ഹായ് മക്കളെ, ജീവിതത്തിൽ ധാരാളം വഴികളുള്ള ഒരുപാട് സാധ്യതകളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു ക്രൗഡിനെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ നിന്നാണ് അല്പം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞേ മതിയാകൂ എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നത്. നിങ്ങളുടെ അക്കാഡമിക് യാത്രയിൽ നിങ്ങൾക്ക് പല ഇടങ്ങളിലായിട്ട് പലതരത്തിലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കാഡമിക് ജേണിയിൽ നിങ്ങളെ ബാക്കപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ രൂപം കൊടുത്ത ഒരു ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ എസ് ഡീസ് അക്കാഡമിക് അപ്ഡേറ്റ്സ്. ആ എസ് ഡീസ് അക്കാഡമിക് അപ്ഡേറ്റ്സിന് ഈ നീറ്റ് എക്സാം കഴിഞ്ഞു നിൽക്കുന്ന വേളയിൽ നിങ്ങളോട് അല്പം കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആരും ഈ വീഡിയോ മുഴുവനായി കാണാതെ സ്കിപ്പ് ചെയ്തു പോരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് നിൽക്കുന്ന റിലാക്സ്ഡ് ആയി നിൽക്കേണ്ട ഈ സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ സമയം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിർബന്ധമായും ഈ വീഡിയോ മുഴുവനായി കാണുക. നീറ്റ് എക്സാമിനെ നിങ്ങൾ ഒരു വർഷത്തെ തയ്യാറെടുപ്പിൽ അല്ലെങ്കിൽ 2 വർഷത്തെ തയ്യാറെടുപ്പിൽ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുട്ടികളെ കൃത്യമായി മനസ്സിലാവും. എത്രത്തോളമാണ് നിങ്ങൾ ഇതിനെ ആഗ്രഹിച്ചതെന്നും അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തെന്നും നിങ്ങളുടെ ഡെഡിക്കേഷൻ എത്രയായിരുന്നുവെന്നും നിങ്ങൾ എത്ര ഉറക്കം ഒഴിച്ചു എന്നൊക്കെ കൃത്യമായ ബോധ്യം ഞങ്ങളുടെ ഇടയിലുള്ള ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് വഴികളുള്ളതിലെ ഒരു വഴി മാത്രമായിരുന്നു നിങ്ങളുടെ നീറ്റ് എക്സാം. അപ്പോൾ ആ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അതിനെ നിങ്ങളുടെ മാക്സിമത്തിൽ അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എക്സാമിനെ ഏറ്റവും നന്നായി ഫേസ് ചെയ്യാൻ വലിയ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റിയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ആ ദിവസത്തെ പ്രഷറോ ടെൻഷനോ കാരണം ചിലപ്പോൾ അത്ര വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ എക്സാമിനെ കുറിച്ചിട്ടുള്ള ആവലാതികൾ മാറ്റി വെക്കുക. ഒരുപക്ഷെ ഇന്നും നാളെയുമായി അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന അടുത്ത ദിവസം മുതൽ ധാരാളം അനാലിസിസുകളും ഒരുപാട് കട്ട് ഓഫ് പ്രഡിക്ഷൻസും ഒക്കെ വരാം. എൻ ടി എയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കീയോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസോ വരാതെ നമുക്കിതിനെക്കുറിച്ച് നമ്മളുടെ പൊസിഷൻ എവിടെയാണ്, നമുക്ക് എവിടെയാണ് കിട്ടുക, എവിടെ കിട്ടാതിരിക്കുക, ഇതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. കഴിഞ്ഞുപോയ പരീക്ഷയിൽ നമ്മളുടെ പെർഫോമൻസ് മാക്സിമത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ കീപ്പ് ചെയ്യേണ്ടത്. ഒരു തരത്തിലുള്ള ടെൻഷൻസും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ലൈഫിലേക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എടുക്കാൻ പാടില്ല. പക്ഷേ ഇതേ സമയം നിങ്ങൾ ഇനി കൗൺസിലിംഗ് തുടങ്ങുന്നത് വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു ടൈം ഗ്യാപ്പ് വെറുതെ കിടക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരുപാട് പ്ലാൻ ബി പ്ലാൻ സി നമ്മൾ എപ്പോഴും ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണോ പ്ലാൻ ചെയ്യുന്നത് അതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോഴും ധാരാളം സബ് ഓപ്ഷൻസ്, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ മുന്നിൽ വഴികൾ ധാരാളമാണ്. ആ വഴികളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ ഇനിയും കിടക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ചെറിയ സമയം കൊണ്ട് അതിലേക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ നിങ്ങളുടെ മുന്നിൽ സാധ്യതകൾ ധാരാളമായി തുറന്നു കിടക്കുന്നു. ഒരുപാട് സാധ്യതകൾ കിടക്കുന്നതിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി വരുന്ന എൻട്രൻസ് എക്സാമുകളെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയിംസ് നഴ്സിംഗ് അടക്കമുള്ള അതേപോലെ തന്നെ ഐഷ് കോഴ്സുകളിലേക്ക് അടക്കമുള്ള ധാരാളം എൻട്രൻസ് എക്സാമുകൾ ഇനിയും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുണ്ട്. എല്ലാ എക്സാമുകളെയും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അപ്ലൈ ചെയ്തതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുക. ഇനി ഏതെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരാനുണ്ടെങ്കിൽ കൃത്യമായി ഓർക്കുക, നിങ്ങളിലേക്ക് കൃത്യമായിട്ട് അങ്ങനത്തെ നോട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് വരുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് MBBS ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നീറ്റുമായി ബന്ധപ്പെട്ടതോ മാത്രമല്ല വരുന്നത് നിങ്ങൾക്കറിയാം. എസ് ഡീസ് അക്കാഡമിക് അപ്ഡേറ്റ്സ് നിങ്ങളുടെ കൂടെ പൂർണ്ണമായും എന്തുണ്ട്, എല്ലാ തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളിലേക്ക് അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ എത്തുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് എക്സാം എഴുതണം. ഈ കൗൺസിലിംഗ് വരെയുള്ള ഈ സമയത്തെ നിങ്ങൾ വേസ്റ്റ് ആക്കി കളയരുത്. കാരണം നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം ചെയ്ത പ്രിപ്പറേഷൻ്റെ ഒരു വലിയ ഭാഗം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സിലായതുകൊണ്ടാണ് നിങ്ങളുടെ മെമ്മറിയിൽ ഇത്രയും ഡാറ്റ നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് നിങ്ങളൊരു റെസ്റ്റ് എടുത്ത് നീറ്റൊക്കെ കഴിഞ്ഞല്ലോ ഇനി അങ്ങ് റെസ്റ്റ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എൻട്രൻസ് എക്സാമുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ സ്കോറിലേക്ക് എത്താൻ പറ്റും. നീറ്റിന് പ്രിപ്പയർ ചെയ്ത കുട്ടിക്ക് ഈ പറയുന്ന എൻട്രൻസ് എക്സാമുകളിൽ കുറെ കൂടെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ സാധ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ മങ്ങിപ്പോകരുത്. നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ പറയാനുള്ളത്, ഈ ഒരു കാലയളവിൽ നമ്മളിലേക്ക് പിന്നെ എത്തുന്ന ഒരു സാധനമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്താണ് സംഭവിക്കാൻ പോണത്, എന്താണ് എൻ്റെ അവസ്ഥ, ബാക്കിയുള്ളവരൊക്കെ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ കയ്യിലൊക്കെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഡീമോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും.
അതിൽ വളരെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് MBBS വർത്തല്ല എന്നുള്ളത്. മക്കളെ, സ്വാഭാവികമായി നിങ്ങൾ ആലോചിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്താണ് വർത്ത് എന്നുള്ളതാണ്. ഒരു സാധനത്തിന്റെ വർത്ത് അല്ലെങ്കിൽ ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ ഒരു കരിയറിന്റെ വർത്ത് തീരുമാനിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉള്ള പ്രൊഫഷണലുകളെ എടുത്താലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് കാറ്റഗറി നിങ്ങൾ എടുത്ത് നോക്ക്, നിങ്ങൾ കാണുന്ന, ഞാൻ ഇങ്ങനെ പറഞ്ഞ് എക്സാഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ, നിങ്ങൾ കാണുന്ന ഡോക്ടേഴ്സിൽ സക്സസ്ഫുൾ ആയ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? ധാരാളം ഡോക്ടേഴ്സ് നമുക്ക് കാണാം. കേരളത്തിൽ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, MBBS പോലുള്ള ഒരു പ്രൊഫഷനെയൊന്നും ശരിക്കും നമ്മൾ ഈ വർത്ത് എന്ന് പറഞ്ഞ സാധനം അളക്കുന്നതിലുള്ള ഒരു പ്രശ്നമാണ്. പൈസ കൊണ്ടാണോ ഇതിനെ അളക്കേണ്ടത്? അപ്പോൾ പറയും പൈസ കൊണ്ട് തന്നെയാണ് അളക്കേണ്ടത് എന്നുള്ളത്, അവർക്ക് ഉള്ള മറുപടി ഞാൻ പറയാം. അതേസമയം നമ്മൾ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത് എന്തിനാ? കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. നമ്മൾ ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു നന്മ കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയെ സെർവ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിലുള്ള ആളുകളുടെ വേദനകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആളുകളുടെ വേദന, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിലുള്ള ആളുകളുടെ ശാരീരികമോ മാനസികമായ വേദനകളെ ഇല്ലാതാക്കണം. അതുവഴി ആ സൊസൈറ്റിയെ സെർവ് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ വൃത്തിയായ, എന്ന് വെച്ചാൽ തങ്ങളുടെ ജീവിതം വർത്താക്കി മാറ്റിയ ധാരാളം ഡോക്ടേഴ്സ് നിങ്ങൾക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിപ്പ എന്ന് പറയുന്ന ഒരു വളരെ മാരകമായ ഒരു അസുഖം, വളരെ ഡെത്ത് റേറ്റ് കൂടിയ, മോർട്ടാലിറ്റി റേറ്റ് കൂടിയ ഒരു ഇൻഫെക്ഷൻ കേരളത്തിലുണ്ടായി. പക്ഷെ ഒരിക്കൽ പോലും കേരളത്തിൽ സംഭവിക്കാത്ത ആ ഒരു രോഗത്തെ ഡയഗ്നോസ് ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്തത്? അതൊരാളുടെ എക്സ്പീരിയൻസ് കൊണ്ടല്ലല്ലോ, അയാൾ അത് ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷേ അത് സിംറ്റംസ് വെച്ചിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ ഒരു ഡോക്ടർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, എന്ന് വെച്ചാൽ കേരളത്തെ മുഴുവനാണ് അദ്ദേഹം രക്ഷിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ ലൈഫിന്റെ വർത്ത് എന്ന് പറയുന്നത്. ഒരാളുടെ വേദനകളെ ഇല്ലാതാക്കാനും അയാളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുമാണ് ഡോക്ടേഴ്സ് ഉണ്ടാവേണ്ടത്. ആ ഒരു മേഖലയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് ഒരാളുടെ ലൈഫ് വർത്താകുന്നത്. ഇനി അതിലേക്ക് നാളെ നിങ്ങൾ എത്തുമോ, MBBS കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എത്തുമോ? പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മേഖലയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന, ഏറ്റവും സക്സസ്ഫുൾ ആയ ആളുകളുടെ അടുത്തു നിന്നാണോ നമ്മൾ ഒപ്പീനിയൻ എടുത്തത്? അതല്ല, ഈ ഒരു പ്രൊഫഷനിലേക്ക് MBBSലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് എവിടെ എത്താതെ ഇന്ന് MBBS കഴിഞ്ഞിറങ്ങി നാളെ മുതൽ പറഞ്ഞു തുടങ്ങുകയാണ് MBBS വർത്തല്ല, MBBS വർത്തല്ല. ഏതൊരു പ്രൊഫഷൻ നിങ്ങൾ എടുത്ത് നോക്കിയാലും ഇറ്റ് ടേക്സ് ടൈം. മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ക്ഷമ വേണം, സമയമെടുക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ മനുഷ്യരുടെ ശരീരത്തെ കണ്ട് അവരുടെ മോർഫോളജിയും അനാട്ടമിയും, ഓരോ മനുഷ്യൻ്റെ ശരീരം യുണീക്കാണ്. ആ ആളുകളുടെ ഇങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താണ് നിങ്ങൾ ഒരു എക്സ്പേർട്ട് ഡോക്ടർ ആകുന്നത്. അവിടെയാണ് ആളുകൾ, അങ്ങനെ നിങ്ങൾ ആയിക്കഴിയുമ്പോഴാണ് നിങ്ങളെ ആളുകൾ എന്ത് ചെയ്യുന്നത്, അവർക്കുള്ള വേദന ശമിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കാണുള്ളത് എന്ന് ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്നത്. ആളുകളുടെ ട്രസ്റ്റ് നിങ്ങൾ ഗെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു വർത്തി ഡോക്ടറായി മാറുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾ ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്ത നിങ്ങളുടെ പ്ലാൻ എയിലേക്ക് നിങ്ങൾ എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ തരത്തിലുള്ള ഡീമോട്ടിവേറ്റിംഗ് സ്പീച്ചസും ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വേർഡ്സും കേൾക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളത് എന്ത് ചെയ്യരുത്. നിങ്ങൾ ഏത് മേഖലയിലേക്കാണോ പോകുന്നത് അതിലേറ്റവും സ്കിൽഡായ, അതിലേറ്റവും ആളുകൾക്ക് ട്രസ്റ്റ് വർത്തിയായ ഒരാളായി നിങ്ങൾക്ക് മാറാമെങ്കിൽ നിർബന്ധമായും ആ പ്രൊഫഷനെ നിങ്ങൾക്ക് വൃത്തിയാക്കി മാറ്റാൻ പറ്റും. അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ഫെയിലിയറാണ്. നിങ്ങൾക്ക് അതിനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അതിൽ അൺസക്സസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ അൺസക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ മേഖലയെ നമ്മൾ കുറ്റം പറയുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഏത് മേഖലയിൽ പോയാലും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുന്നു ഈ പാർട്ട് വർത്തിയല്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേറൊരു മേഖലയിലേക്ക് പോകാൻ തയ്യാറാവുന്നു. ആ മേഖലയിൽ ചെന്നാൽ അവിടെയും ഇതേ പ്രശ്നങ്ങളില്ലേ? ഏത് മേഖലയിലാണ് സാച്ചുറേഷൻ ഇല്ലാത്തത്? ഏത് മേഖലയിലാണ് ഇഷ്ടംപോലെ ആളുകളെ വലിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഇതെല്ലാം ഏത് മേഖലയിൽ ചെന്നാലും നമ്മളുടെ പെർഫോമൻസ് കൊണ്ടേ, നമ്മളുടെ സ്കില്ല് കൊണ്ടേ നമ്മൾ സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്നുള്ള ബോധ്യം ഉണ്ടാകുക. എന്ന് വെച്ച് നിങ്ങൾ മറ്റ് സാധ്യതകളെ ഒന്നും അടച്ചു കളയണമെന്നല്ല പറയുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫോംഡ് ആയിരിക്കുക. നിങ്ങളൊരു കോഴ്സിന് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ നിങ്ങളുടെ റീഫണ്ട് വരെയുള്ള മുഴുവൻ പ്രൊസീജിയറിലും നമ്മൾ 100% നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരു കാരണവശാലും നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലാതായി പോകരുത് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു പെയ്ഡ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് കമ്മ്യൂണിറ്റിയോ അല്ല. തീർത്തും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നിർബന്ധമായിട്ടും അത് നോട്ടിഫൈഡ് ആയിരിക്കുക. പലപ്പോഴും കുട്ടികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പല അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ
ആലപ്പുഴ മെഡിക്കൽ കോളേജ് കൊടുക്കുന്നതിന് പകരം ആലപ്പുഴ ഡെന്റൽ കോളേജ് ഫില്ല് ചെയ്ത് പോയ കേസുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ MBBS കിട്ടിയ കുട്ടിക്ക് MBBS നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾക്ക് അത് സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഉദ്യമമായിട്ട് മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊസീജിയറിൽ നിങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഇത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങൾക്ക് പരിസരത്തുള്ള, നിങ്ങൾ അറിയുന്ന കുട്ടികളിൽ ആർക്കെങ്കിലും ഇതിന്റെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ കമ്മ്യൂണിറ്റി ലിങ്കുകളും മറ്റും ഷെയർ ചെയ്യാവുന്നതാണ്. നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ സാധനവും നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്ന് നാളെയോ മറ്റന്നാളോ ആയിരിക്കും അതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ട ദിവസം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അത് സ്ക്രീൻഷോട്ടുകളായിട്ട് കമ്മ്യൂണിറ്റിയിൽ തരും, അല്ലെങ്കിൽ അതിന്റെ വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് വരും. അതോടൊപ്പം തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടുകളായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ SD അക്കാഡമിക് അപ്ഡേറ്റ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ നിങ്ങൾക്ക് വർത്തായിരിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. വീണ്ടും ഒരു കാര്യം കൂടെ, പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ചിലത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുന്നിലുള്ള മറ്റ് സാധ്യതകളെ കുറിച്ചുകൂടെ ആലോചിച്ചു കൊണ്ടേയിരിക്കുക. എഴുതാൻ പറ്റുന്ന മുഴുവൻ പരീക്ഷകളും എഴുതുക. എന്നിട്ട് അവസാനം ഒരുപാട് സാധ്യതകൾ ഇങ്ങനെ നമ്മളുടെ മുന്നിൽ നിരത്തി വെച്ചിട്ട് അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയത് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.